താരങ്ങൾ താഴെ വന്ന് നേരി നോക്കി തേരിലേറ്റി നൂറ്റാണ്ട് പിന്നിടുന്നു സമസ്ത. തീരാത്ത നൂറ് കൊണ്ട് മുത്തുകോയ തങ്ങളിന്ന് പോറ്റി പടർത്തിടുന്നു സമസ്ത. താരങ്ങൾ താഴെ വന്ന് നേരി നോക്കി തേരിലേറ്റി നൂറ്റാണ്ട് പിന്നിടുന്നു സമസ്ത. തീരാത്ത നൂറ് കൊണ്ട് മുത്തുകോയ തങ്ങളിന്ന് പോറ്റി പടർത്തിടുന്നു സമസ്ത. സയ്യിദുൽ ഉലമയെ വരവേൽക്കുവാൻ വരൂ, ശംസുൽ ഉലമ തൻ വരവാണരേ. സയ്യിദുൽ ഉലമയെ വരവേൽക്കുവാൻ വരൂ, ശംസുൽ ഉലമ തൻ വരവാണരേ. അതിശയനായക അനുഗ്രഹജാലക അരുമന വിപ്പേര പൊൻതാരക. സമസ്തയിൽ വാഴുക സമുന്നതരാവുക, സ്വരമിടരാതെ പാടിടാ മർഹബ. തിരിച്ചെടിച്ചു വരക്കലോര് അല്ലാഹ് 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 അല്ലാഹ്. طلبنا باب مولانا كريما ليس إنسانا. طلبنا باب مولانا كريما ليس إنسانا. ربنا على النور المبين أحمد المصطفى سيد المرسلين. صلى الله ربنا على النور المبين أحمد المصطفى سيد المرسلين. രാജകീയ ഭാവമിന്നര പല വിദ്വേഷത്തിന്റെ പ്രചരണവും നടത്തി അവരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ ലക്ഷ്യം ഒരു ഭിന്നിപ്പും കേരളത്തിൽ ഉണ്ടാക്കാൻ സമ്മതിക്കില്ലെന്നാണ്. തങ്ങൾ വിളിച്ചാലെങ്ങനെ ആ വിളി തള്ളാനാ? ആലിക്കുട്ടി ഉസ്താദിൻ മൊഴി എങ്ങനെ മാറാനാ? ഔലിയാക്കളെ പാതയിൽ വാടോ മർഹബ മർഹബ. അവർ ചേർന്ന് പോറ്റിയ മാർഗം ഇതൊന്നേ ഉള്ളൂ മർഹബ. മർഹബ 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 അതിരൻ സമസ്ത. മർഹബ 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 അതിരൻ സമസ്ത. സമസ്ത വിളിച്ചാലെങ്ങനെ നമ്മൾ പോവാതിരിക്കും? സമസ്ത വിളിച്ചാലെങ്ങനെ നമ്മൾ പോവാതിരിക്കും? ആരിഫീങ്ങളുടെ തണലിൽ വേരോടി പടർന്ന സമസ്ത. അഹ്ലുസുന്നത്തിന്റെ കാവൽ പടയായ സമസ്ത. ആരിഫീങ്ങളുടെ തണലിൽ വേരോടി. സയ്യിദുൽ ഉലമയെ വരവേൽക്കുവാൻ വരൂ, ശംസുൽ ഉലമ തൻ വരവാണരേ. സയ്യിദുൽ ഉലമയെ വരവേൽക്കുവാൻ വരൂ, ശംസുൽ ഉലമ തൻ വരവാണരേ. അതിശയനായക അനുഗ്രഹജാലക അരുമന വിപ്പേര പൊൻതാരക. സമസ്തയിൽ വാഴുക സമുന്നതരാവുക, സ്വരമിടരാതെ പാടിടാ മർഹബ.
بالجامعة السلفية بوارانسي بنارس، ودرست هناك أيضا سنتين، ثم التحقت بالجامعة الإسلامية بالمدينة المنورة، والتحقت بكلية اللغة العربية. ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിൻ ഇരുളങ്ങ് മാറാൻ, ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ. സമസ്ത വിളിച്ചു ഞങ്ങൾ വന്നു അൽഹംദുലില്ലാഹ്, സമസ്ത വിളിച്ചു ഞങ്ങൾ വന്നു അൽഹംദുലില്ലാഹ്. سبحان الله العظيم وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم وبحمده أستغفر الله. സമസ്ത പദക്കത്തിൻ സംവത്സരം സുശക്തം ഇതാ ധർമ്മ സംഘാടനം, സമസ്താരവത്തിന്റെ സ്വർഗാങ്കണം സുസജ്ജം കുണിയക്ക് സ്നേഹാദരം. 100 പൂങ്കൊടികൾ ഉമ്മത്തിന് കാവലേകി 100 പൂത്ത പൂമരത്തിൻ വേരുടപ്പിലായി ധാരധാരയായി ധവള വർണ്ണവിതളുകൾ വിരിഞ്ഞ തീരമാകെയും മഹാമനുഷ്യഗാഥയായി ലോകമാം മീമിലേക്കെത്തിടുന്ന നൂലിനറ്റം ദീനിനായി മെടഞ്ഞെടുത്ത പട്ടമാണു നാം. സ്നേഹനൂറ്റാണ്ടിന്റെ കിസ്സകൾ കുറിച്ചു വെച്ച സ്വർണ്ണ ഫലകമാണ് നമ്മൾ ഒത്തുകൂടിടാം. സമസ്ത വിളിച്ചിടുന്നിതാ, സമസ്ത വിളിച്ചിടുന്നിതാ, സമസ്ത വിളിച്ചിടുന്നിതാ, സമസ്ത വിളിച്ചിടുന്നിതാ. والخيرين واصحاب الايدي البيضاء ان يتعاونوا مع سمستا ليروا احلامهم في مشاريعهم انجازات على ارض الواقع. وختاما صاحب الفضيله مولانا السيد محمد جفري متكوية تندل حفظكم. അറഫാ ദിനത്തിലാണ് ഇതുപോലെ ജനമഹാസമുദ്രം ഒരുമിച്ച് കൂടിയ അറഫാ ദിനത്തിലാണ് ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. ഇന്ന് അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. അല്ലാഹു പറയാണ്, വഅത്മംതു അലൈക്കും നിഅമതി. അത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്ക് 1.25 ലക്ഷത്തോളം വരുന്ന അംബിയ മുർസലുകളുടെ ഒരു കാലഘട്ടം, സുവർണ കാലഘട്ടം, വഹി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ വിധിവിലക്കുകൾ അതാത് കാലഘട്ടങ്ങളിൽ അല്ലാഹു ഇറക്കിക്കൊണ്ടിരിക്കും. ആ നുബുവത്തിന്റെ കാലഘട്ടം, ആ നുബുവത്ത് കൊണ്ട് അല്ലാഹു ചെയ്തുകൊണ്ടിരുന്ന ആ നിഅമത്ത്, ആ നിഅമത്തിനെ അല്ലാഹു പൂർത്തീകരിച്ചിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഇസ്ലാം, അലിഫ്ലാമുണ്ട്, അത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്കുള്ള ഇസ്ലാം, അത് പരിപൂർണമാക്കപ്പെട്ടു, സമ്പൂർണമാക്കപ്പെട്ടു, അത് പൂർത്തീകരിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഈ ഒരുളുകാവലായി ദീപം ഇവിടെ കടലലക്ഷ്മീ തൊരിലാകെ കരൾ പകുത്തത് ഞാനും നോക്കുമേ മണ്ടാകെ കരൾ പകുത്തത്. إن هذا الاحتفال
يعني الاحتفال بنشر المنهج الوسطي والفكر الإسلامي المعتدل الذي يقوم عليه الأزهر الشريف وتقوم عليه هذه الجمعية الكريمة، المنهج الذي يجمع شمل الأمة ولا يفرقها. قال الله تعالى: إن هذه أمتكم أمة واحدة وأنا ربكم فاتقون. أيها السادة، هذا المنهج الوسطي هو الذي يجمع المسلمين جميعا ولا يقصي أحدا منهم. هو المنهج الذي قال عنه الإمام أبو الحسن الأشعري رضي الله عنه، قال: والإسلام يسع الجميع. الإسلام يسع الجميع. هذا هو المنهج الوسطي الذي قام عليه الأزهر الشريف وخرج عليه 33,313 ആളുകളുടെ മഹാ ക്യാമ്പ് നാം ഇതാ വിജയിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അതിന്റെ സമാപനത്തിന്റെ ആഹ്ലാദം പ്രാർത്ഥനയായാണ് നാം ഇവിടെ പങ്കുവെക്കുന്നത്. ഒരു കാര്യം, ഓരോ രാത്രികളിലും സംഘാടകർ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണക്കുകൂട്ടുമ്പോൾ 40,000-ന് മുകളിലേക്കാണ് അതിന്റെ എണ്ണം കൊടുക്കാറുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കുകൾ ഇക്കാര്യത്തിൽ എന്നും പിഴച്ചിട്ടേയുള്ളൂ. സമസ്തയുടെ പ്രവർത്തകന്മാരുടെ മുഴുവൻ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇതാ ഇതിനപ്പുറം ജനലക്ഷങ്ങൾ കുണിയയിലെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിയിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. നാം ഓരോരുത്തരും ആ ചരിത്രത്തിന്റെ സാക്ഷികളാകാൻ മഹാസൗഭാഗ്യം സിദ്ധിച്ചവരായി മാറാൻ പോവുകയാണ്. വിളിച്ചാലെങ്ങനെ നമ്മൾ പോവാതിരിക്കും? സമസ്ത വിളിച്ചാലെങ്ങനെ നമ്മൾ പോവാതിരിക്കും? സമസ്ത വിളിച്ചാലെങ്ങനെ നമ്മൾ പോവാതിരിക്കും? സമസ്ത വിളിച്ചാലെങ്ങനെ നമ്മൾ പോവാതിരിക്കും? അല്ലാഹ് 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 طلبنا بابا مولانا كريما ليس إنسانا طلبنا بابا مولانا كريما ليس ينسانا وصدقنا بما جاناه തങ്ങൾ വിളിച്ചാലെങ്ങനെ ആ വിളി തള്ളാനാ? ആലിക്കുട്ടി ഉസ്താദിൻ മൊഴി എങ്ങനെ മാറാനാ? ഔലിയാക്കളെ പാതയിൽ വാടോ മർഹബ മർഹബ, അവർ ചേർന്ന് പോറ്റിയ മാർഗം ഇതൊന്നേ ഉള്ളൂ മർഹബ 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 അഖിലൻ സമസ്ത മർഹബ 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 അഖിലൻ സമസ്ത. സമസ്ത വിളിച്ചാലെങ്ങനെ നമ്മൾ പോവാതിരിക്കും? സമസ്ത വിളിച്ചാലെങ്ങനെ നമ്മൾ പോവാതിരിക്കും? ആരിഫീങ്ങളെ തണലിൽ വേരോടി പടർന്ന് സമസ്ത അഹ്ലുസുന്നത്തിന്റെ കാവൽപ്പടയായ സമസ്ത. ആരിഫീങ്ങളെ അണഞ്ഞിടൂ സോദരേ, അണഞ്ഞിടൂ സോദരേ, വരൂ കുണിയ തന്നിലെ, വരൂ കുണിയ തന്നിലെ. സമ്മേളനത്തിൻ നാളിത, സമ്മേളനത്തിൻ നാളിത, കരങ്ങളൊന്നു ചേർത്തിടാ, കരങ്ങളൊന്നു ചേർത്തിടാ. മേൽപാദത്തങ്ങിലും തിന്നെ നയിച്ചേ, നൂറ്റാണ്ട് നൂറൊടിവിലൻ സമസ്ത ജ്വലിച്ചേ, നാടൊഴുങ്ങി മനമകവിൽ കുളിരു നിറച്ചേ, നാൾക്കുനാൾ വളർന്നയിൽ സമസ്ത കുടിച്ചേ. ഉമ്മത്തിന് ഞാമയാ എന്നുമൻ സമസ്തയാ, ഉമ്മ കാട്ടി വെണ്മയാ എന്നുമൻ സമസ്തയാ, ഇത് അത്ത് നീക്കി ജ്യോതിയാ എന്നുമൻ സമസ്തയാ, പകലില്ല മണ്ണിൽ ശോഭയാ എന്നുമൻ സമസ്തയാ. മുല്ലക്കോയ തങ്ങൾ നെഞ്ചിൽ നെഞ്ചിൽ ചേർത്തു, മുത്തുകോയ തങ്ങൾ മുന്നിൽ കൊടി പിടിച്ചു നിന്ന് സത്യസമസ്തത്തിലെങ്ങിയേ. കേരനാടില്ല സുഹാബേകി ദീനതേ, കാലമേറെ അതിൽ ജ്വലിച്ചു നാടിതേ. വിശുദ്ധ ദീനിൻ പാതയിൽ വളർന്നൊരു ജനതയിൽ വിഷം വഹാബിസത്തിനാൽ വന്നുള്ളവർക്കെതിരിലായി ഉദിച്ച ശോഭയാ സമസ്ത ജ്യോതിയാ വരക്കങ്ങൾ. يبين الله لكم آياته لعلكم تهتدون. صدق الله مولانا العظيم. एक बार रसूल करीम सल्लल्लाहु तआला अलैहि वसल्लम की बारगाह में दुरूद पाक पढ़ें. अल्लाहुम्मा सल्लि अला सय्यिदिना मुहम्मद व अला आलिहि व अस्हाबिहि. Our leader Sri K.C. Venugopal ji directed, you should cancel all the program and attend this great event.
I am so happy to be a part of this great event. In my lifetime, I have not seen such a disciplined organization which has been in this country. I salute the organization for having great this. I have come here to not give a big speech. I am come here to tell you the entire Karnataka on behalf of my party, I am standing before you to be with you solidarity. You are doing a great job and you have created history. ശോഭ നനുത്ത ഒരു ചെറുമഴയായി തുടങ്ങി, പിന്നെ അത് ആത്മാശയങ്ങളുടെ പെരുമഴയായി മാറുന്ന ആദർശ പ്രചോദിതമായ ആദ്യക്ഷ പ്രസംഗമിത ഈ ജനസഹസ്രത്തിനു മുന്നിൽ മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും അവർ സമസ്തയുള്ള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ മാതൃസംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം. കാരണം സമസ്തയുള്ള ജമിയത്തുൽ ഉലമ എന്നുള്ളത് വലിയൊരു സംഘടനയാണ്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി, നമ്മൾ വലിയ സംഘടന എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും സംശയമാണ്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ, സംഘടനന്റെ വലിപ്പം മനസ്സിലായാലും എല്ലാവരും ഇവിടെ കൂടിയതൊക്കെ സമസ്തന്റെ മക്കളാണ്. അപ്പൊ അതൊരു വലിയ സംഘടനയാണ്. അത് നിസ്സാരമാക്കാൻ വേണ്ടി ആരും മെനക്കെടരുത്, അതിനെ വേദനിപ്പിക്കാൻ വേണ്ടി ആരും മെനക്കെടരുത്. ഒത്തൊരുമിച്ച് പോകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ എല്ലാവരും ഉണർത്താനുള്ളത്. നിങ്ങളുടെ ദീനിനെ ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. അള്ളാഹു പറയാണ്, വഅത്മംതു അലൈക്കും നിഅമതി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്ക് 1.25 ലക്ഷത്തോളം വരുന്ന അംബിയാ മുർസലുകളുടെ ഒരു കാലഘട്ടം, സുവർണ കാലഘട്ടം, വഹി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ വിധിവിലക്കുകൾ അതാത് കാലഘട്ടങ്ങളിൽ അള്ളാഹു ഇറക്കിക്കൊണ്ടിരിക്കും. ആ നുബുവത്തിന്റെ കാലഘട്ടം, ആ നുബുവത്ത് കൊണ്ട് അള്ളാഹു ചെയ്തുകൊണ്ടിരുന്ന ആ നിഅമത്ത്, ആ നിഅമത്തിനെ അള്ളാഹു പൂർത്തീകരിച്ചിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഇസ്ലാം, അൽഫിലാമുണ്ട്, അത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്കുള്ള ഇസ്ലാം, അത് പരിപൂർണമാക്കപ്പെട്ടു, സമ്പൂർണമാക്കപ്പെട്ടു, അത് പൂർത്തീകരിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഈ ഇസ്ലാം അണഞ്ഞിടു സോദരേ, അണഞ്ഞിടു സോദരേ, വരൂ കുണിയ തന്നിലെ, വരൂ കുണിയ തന്നിലെ. സമ്മേളനത്തിൻ നാളിത, സമ്മേളനത്തിൻ നാളിത, കരങ്ങളൊന്നു ചേർത്തിടാ, കരങ്ങളൊന്നു ചേർത്തിടാ. ഉമ്മത്തിനെ നയിച്ചേ, നൂറ്റാണ്ടിനൂറൊളിവിലൻ സമസ്ത ജ്വലിച്ചേ, നാടൊഴുങ്ങി മലമകവിൽ കുളിരു നിറച്ചേ, നാൾക്കുനാൾ വളർമയിൽ സമസ്ത കുതിച്ചേ. ഉമ്മത്തിന് ഞാമയാ എന്നുമൻ സമസ്തയാ, ഉമ്മ കാട്ടി വെണ്മയാ എന്നുമൻ സമസ്തയാ. ഇത് അത്ത് നീക്കി ജ്യോതിയാ എന്നുമൻ സമസ്തയാ. പതയില്ല മണ്ണിൽ ശോഭയാ എന്നുമൻ സമസ്തയാ. മുല്ലക്കോയ തങ്ങൾ നെഞ്ചിൽ നെഞ്ചിൽ ചേർത്തു, മുത്തുപോയ തങ്ങൾ മുന്നിൽ കൊടി പിടിച്ച് നിന്ന് സത്യസമസ്തത്തിലെങ്ങിയേ. കേരനാടില്ല സുഹാബേകി ദീനതേ, കാലമേറെ അതിൽ ജ്വലിച്ചു നാടിതേ. വിശുദ്ധ ദീനിൻ പാതയിൽ വളർന്നൊരു ജനതയിൽ വിഷംബഹാഭിശക്തിനാൽ ഒന്നുള്ളവർക്കെതിരിലായി ഉദിച്ച ശോഭയാ സമസ്ത ജ്യോതിയാ. വരക്ക തങ്ങൾ നാട്ടിയേ, നൂറിൽ ഇന്ന് ലംഘിയേ, പടന്നുലകിൽ ഖ്യാതിയേ, നൂറിൽ ഇന്ന് ലംഘിയേ. മഹോന്നതരാൽ മുന്തിയേ, നൂറിൽ ഇന്ന് ലംഘിയേ. ഉമ്മത്തിനേര് കാട്ടിയേ, നൂറിൽ ഇന്ന് ലംഘിയേ. ഉള്ളക്കോയ തങ്ങൾ നെഞ്ചിൽ നെഞ്ചിൽ ചേർത്തു, മുത്തുപോയ തങ്ങൾ മുന്നിൽ കൊടി പിടിച്ച് നിന്ന് സത്യസമസ്ത തിളങ്ങിയേ. തെങ്ങിൽ ഉമ്മത്തിനെ നയിച്ചേ, നൂറ്റാണ്ടിനൂറൊളിവിലൻ സമസ്ത ജ്വലിച്ചേ, നാടൊരുങ്ങി മലമകവിൽ കുളിരു നിറച്ചേ, നാൾക്കുനാൾ വളർമയിൽ സമസ്ത കുതിച്ചേ. ധീരമിളന്നതാ പാകിൽ സ്ഥാനര,
ത്യാഗമതേറെ താണ്ടി മുന്നിൽ നിന്നതാ മാന്യമഹോന്നരാൽ കാത്തു കനിഞ്ഞതാ കണ്ണിയത്തോരി നെഞ്ചിൽ ചേത്തടച്ചതാ വിധത്തിന്നിരുളതാ അകറ്റിലെങ്കിൽ ശോഭയെ ആ നോട്ടമിൽ വിറച്ചതാ പതറി പുത്തലാദമേ ശംസുളിയായി ശംസുലുലമ മുന്നിൽ തെളിഞ്ഞേ വേരുറച്ച ഷജറയാ കാരണം സമസ്തയുള്ള ജമിയത്തുൽ ഉലമ എന്നുള്ളത് വലിയൊരു സംഘടനയാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി നമ്മൾ വലിയ സംഘടന എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും സംശയമാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ, സംഘടനന്റെ വലിപ്പം മനസ്സിലായല്ലോ എല്ലാവരും. ഇവിടെ കൂടിയതൊക്കെ സമസ്തന്റെ മക്കളാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു വിദേഹത്തുകാർ ഇവിടെ കൂടിയിട്ടുണ്ടാവൂല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കള്ള തരീക്കത്തുകാർ ഇവിടെ കൂടിയിട്ടുണ്ടാവൂല. കാരണം അവർക്കൊന്നും കൂടാൻ കഴിയൂല. അപ്പൊ സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ മക്കളാണ് ഇവിടെയൊക്കെ കൂടിയിട്ടുള്ളത്. സമസ്ത വിളിച്ചാൽ മാത്രമല്ല ആളുകൾ വരുന്നത്. സമസ്ത ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാലും ജനങ്ങൾ പോകാൻ തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത്, ആ ഉമ്മത്തിന്റെ ദീനിയായ കാര്യങ്ങൾ അത് നിയന്ത്രിക്കേണ്ടവർ സമസ്ത തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നും വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ മത സംഘടനയിലേക്ക് മടങ്ങി വരണം. നമ്മള് ഗർവാപ്പസി എന്നൊക്കെ കേട്ടിട്ട് അപ്പൊ നമ്മൾ പറയണത് വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും അവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ മാതൃ സംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം. ഹുസ്നുൽ ജമാൽ രാജാവേ, ഹുസ്നുൽ ജമാൽ, ഹുസ്നുൽ കമാൽ, ഹുസ്നുൽ ജമാൽ കമാൽ ജമാൽ, ഹുസ്നുൽ ജമാൽ രാജാവേ, ഹുസ്നുൽ കമാൽ നേതാവേ, ഉദിലങ്കും പ്രഭമുഖ രാജാവേ, നിറഞ്ഞുള്ളതാ സ്നേഹലോകം അറിയാൻ കഴിയാത്തതാണ് പ്രേമലോകം, വിദേശം നിറഞ്ഞുള്ളതാ സ്നേഹലോകം. സ്വാഭിമാനം സദാ സമസ്ത വിളിക്കുന്നിതാ, സമസ്ത തീർത്ഥവസന്തം യശസ്സായി വന്നൊരു സംഘം, മഹത്വം നൽകി സുഗന്ധം സ്വാഭിമാനം സദാ സമസ്ത വിളിക്കുന്നിതാ, സമസ്ത തീർത്ഥവസന്തം യശസ്സായി വന്നൊരു സംഘം, മഹത്വം നൽകി സുഗന്ധം ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. صدق الله العظيم. ആദർശാനുസൃതി അത് ബഹുമാനപ്പെട്ട സംസ്കൃത ജമിയത്തുൽ സുരക്ഷിതമാണ് പ്രഖ്യാപിക്കുന്ന മഹാസംഗമമാണ്. ഈ സംഗമത്തിന്റെ സ്വാഗതാർഹത വെച്ച് ബഹുമാനപ്പെട്ട സംസ്കൃത ജമിയത്തുൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സംസ്കൃത ലോകത്തെ പരിവർത്തിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് സമസ്തയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതിനുവേണ്ടി പ്രാഥമിക മദ്രസകൾ സ്ഥാപിച്ചു. 10 മദ്രസകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ആദ്യം ആരംഭിക്കുന്നത്. ഇവ 12,000 മദ്രസയാകുവാൻ 10 മദ്രസകൾ മാത്രം മതി എന്ന് പറയുമ്പോൾ അത്രമാത്രം വലിയൊരു മാറ്റം ഈ സമൂഹത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കി. 1951 രൂപീകരിച്ച് 1952 10 മദ്രസകളാണ് വിദ്യാഭ്യാസ ബോർഡ് രജിസ്റ്റർ ചെയ്തത്. 900 എന്ന് പ്രാർത്ഥിക്കുന്നവരാണല്ലോ നമ്മൾ. ആ പാതയിലാണ് ബഹുജനങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത്, മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ പാതയെ വിശദീകരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചു. ഇന്നഫിൽ ആലമി ഖലാഫു തവായിഫ്, ലോകത്തെ ജനസമൂഹം 3 വർഗമാണ്, 3 വിഭാഗം.
പോലെ ആമീൻ പറയാൻ കാത്തിരിക്കുന്ന പ്രാർത്ഥനയോടെ ഔപചാരികമായി മൊബൈൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. അതിന്റെ തൊട്ട് മുമ്പ് ഈ സദസ്സ് കാത്തിരിക്കുന്ന 3 പ്രൗഢോജ്വല പ്രഭാഷണങ്ങൾ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, ഉസ്താദ് അബ്ദുൽ ഹമീദ് ഹുസൈനി അമ്പലക്കടവ്, സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗം ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാത്തവി വടക്കേക്കാട്. സമസ്ത മക്കളുടെ ആദർശമുന്നേറ്റത്തിന് തടയിടപ്പെടാൻ വിധയി കൂടാരങ്ങളുടെ വൈകല്യം ബാധിച്ച കുമുത്തികളുടെ കുടുംബങ്ങളെ ഇലയും കൂട്ടി അറബിക്കടലിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് ജനലക്ഷങ്ങൾ ആത്മീയ സംഗമത്തിന് തുടക്കം കുറിക്കുകയാണ്. ആദർശനിശക്തിയുടെ നിലപാടിന്റെ രാജപാതയിലൂടെ നാനാദിക്കുകളിൽ നിന്ന് നഗരിയിലേക്ക് കടന്നു വരുന്ന ജനലക്ഷങ്ങൾക്ക് ജനമഹാസാഗരത്തിന് ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം മരുളിക്കൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ സമ്മേളന നടപടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ നമ്മുടെ യാത്ര പറഞ്ഞുപോയ 100 കണക്കിന് സമസ്തയുടെ മുശാവറാംഗങ്ങൾ, സാധാത്തുക്കൾ, മഹാന്മാരായ ഉലമാക്കളും ഉമറാക്കളും സംഘടനാ പ്രവർത്തകരും അവരുടെയൊക്കെ മതത്തിലേക്ക് സൂറത്ത് യാസീൻ ഓതി അല്ലാഹുവിന്റെ ഔലിയാക്കളായ സൂഫിയന്മാർ, ശൈഖുനാ ജാഫർ ഉസ്താദും, മാനവി ഉസ്താദും, ചെറുവാളൂർ ഉസ്താദും, വാളാടി ഉസ്താദും, കോയക്കുട്ടി ഉസ്താദും, ഔലിയാക്കളായ സൂഫി ധാരയിലെ മഹാമനീഷികൾ കണ്ണീരോടുള്ള പ്രാർത്ഥനകളോടെ തുടക്കം കുറിച്ച മഹാ സാഭിമാനം സദാ സമസ്ത വിളിക്കുന്നിതാ. സമസ്ത തീർത്ഥവസന്തം യശസ്സായി വന്നൊരു സംഘം, മഹത്വം നൽകി സുഗന്ധം من ثنيات الوداع وجب الشكر علينا ما دعا لله داع. أيها المبعوث فينا جئت بالأمر المطاع، جئت بالله السميع العليم من الشيطان الرجيم. طلع البدر علينا من ثنيات الوداع. ഇത്രയും വലിയൊരു ക്യാമ്പ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇത് ഗിന്നസ് ബുക്കിൽ 8-ാം തീയതി കഴിഞ്ഞാൽ രേഖപ്പെടുത്താൻ പോകുന്ന ലോകത്തെ ഏറ്റവും വലിയ ക്യാമ്പായി മാറുമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ജിഫ്രി തങ്ങളുമായി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇതെന്നോട് അദ്ദേഹത്തിന്റെ യാത്രയുടെ വേദനയിൽ സൂചിപ്പിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മഹാസമ്മേളനമാണെന്ന് കരുതിയല്ല. ശ്രീ ജിഫ്രി തങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്താൻ കേരളത്തിൽ കഴിയുള്ളൂ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. എത്ര സമാധാനപരമായി ഞങ്ങൾ ഇങ്ങോട്ട് റോഡിലൂടെ വരുമ്പോൾ എത്ര സമാധാനപരമായി അച്ചടക്കത്തോടെയാണ് 100 കണക്കിന് 1000-കണക്കിന് ആളുകൾ ഇവിടേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അത് സൂചിപ്പിക്കുന്നത് സമസ്തയുടെ അന്തസ്സും ആഭിജാത്യവുമുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് എന്ന് തെളിയിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.